ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ യാത്ര വയനാട്ടിലെ അതിമനോഹരമായ ഒരു ലൊക്കേഷനിലേക്കാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഡാമുകളിലൊന്നായ കാരാപ്പുഴ ഡാം. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ അടിച്ചു പൊളിച്ച് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അതിമനോഹരമായ അഡ്വഞ്ചർ പാർക്കാണിത്. അതിൻ്റെ ഡാമിൻ്റെ താഴ്ഭാഗത്തായിട്ട് നല്ലൊരു പാർക്കും കുട്ടികൾക്കൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു പ്ലേ ഏരിയ ഇവിടെ ഉണ്ട്. നമുക്കപ്പം നേരെ ഉള്ളിലേക്ക് പോവാം. ഈ ഡാമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇതിൻ്റെ ഒരു ക്ലീൻലിനെസ് ആണ്. വളരെ വൃത്തിയായിട്ട് ആണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒത്തിരി വെറൈറ്റി പൂക്കളും ഫോട്ടോ എടുക്കാൻ പറ്റിയ കിടിലൻ സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടാണെങ്കിൽ ഒരു വലിയ ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. അതുമാത്രമല്ല, ഇവിടെയുള്ള ഗാർഡൻ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പല പല സ്റ്റെപ്പുകളായിട്ടാണ്. നമ്മളിപ്പം മുകളിലത്തെ ഒരു മെയിൻ ഏരിയയിൽ നിന്ന് ഡാമിൻ്റെ താഴ്ഭാഗത്തേക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പിലും വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട പൂക്കളും റോസപ്പൂക്കളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെയുള്ള ചെടികളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓരോ ഏരിയയിലുള്ള ചെടികൾ അത് കട്ട് ചെയ്ത് ഷേപ്പ് വരുത്തേണ്ടതൊക്കെ വളരെ നീറ്റായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ വാക്വേയും ഇതൊക്കെ വളരെയധികം ക്ലീൻ ആണെന്നുള്ളതാണ് അതിൻ്റെ എടുത്തു പറയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം മഴക്കാലത്ത് വന്നാൽ പോലും ഒരു മഴയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കയറി നിൽക്കാനുള്ള ഇഷ്ടം പോലെ സ്പേസുകളുണ്ട്. പിന്നെ ഒരു സൈഡിലായിട്ടാണ് അഡ്വഞ്ചർ പാർക്ക് ഉള്ളത്. ഇപ്പം നമ്മൾ പാർക്കിൻ്റെ വശത്താണുള്ളത്. ഈ വശത്തു നിന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു സൈഡിലാണ് അഡ്വഞ്ചർ പാർക്ക്. അവിടെ സിപ്പ് ലൈന്, ഒരു ജയൻറ്റ് സ്വിങ് ഉണ്ട്. അങ്ങനെ പല പല വെറൈറ്റി ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുവാണെങ്കിൽ നമുക്കൊരു പാർക്കിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ കിട്ടും. വലതുവശത്തായിട്ട് ഡാമുണ്ട്. ഡാമിൻ്റെ ഷട്ടർ ഏരിയ ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ആ സൈഡിൽ ഇപ്പം നമുക്ക് സിപ്പ് ലൈനിൽ കൂടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാം. ഇവിടുന്ന് അങ്ങേ അറ്റത്തേക്ക് പോയിട്ട് അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരും. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ, മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം വളരെ മനോഹരമായ രീതിയിലാണ് ആ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് കുട്ടികൾക്കുള്ള പാർക്കാണ്. ഇവിടെ കുട്ടികൾക്കുള്ള ചെറിയ സ്വിങ്, അവർക്ക് ഉള്ള പല പല പ്ലേ ഏരിയ, അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഇപ്പം നമ്മളുള്ള ഇതിൻ്റെ ഒരു വാച്ച് ടവറിലാണ്. ഈ വാച്ച് ടവറിന് മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയ മൊത്തം നല്ല ക്ലിയർ ആയിട്ട് കാണാം. ആ ദൂരെ കാണുന്നതാണ് നമ്മളുടെ ഡാമിൻ്റെ ഏരിയ. അപ്പം ഇപ്പം വെള്ളം കുറവാണ്. നല്ല മഴയുള്ള സമയത്താണെങ്കിൽ ഇവിടെ എല്ലാം ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ മുകളിൽ കാണുന്ന ഡാമിൻ്റെ മുകളിലത്തെ വാക്വേ ആണ്. പിന്നെ ഇപ്പോൾ ഈ താഴെ എല്ലാം ചെടികൾ അതിമനോഹരമായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ. ഒരു കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നല്ല മനോഹരമായ രീതിയിൽ പൂക്കളെല്ലാം കൊണ്ട് നിറയും. ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ജയൻറ്റ് സ്വിങ് ആണ്. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ഒരു ഫ്ലൈയിങ് ഡിസ്കോ എന്ന് പറഞ്ഞ ഒരു അഡ്വഞ്ചർ ഐറ്റമാണ്. പിന്നെ ഉള്ളത് കാണുന്ന നീളത്തിലുള്ള സ്പേസ് ടവർ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. അങ്ങനെ പിന്നെ ഇവിടെ ഈ സൈഡിൽ തന്നെ സിപ്പ് ലൈനാണ്. ഇത് ഈ കാണുന്നതാണ് സിപ്പ് ലൈൻ. അങ്ങനെ മൾട്ടിപ്പിൾ അഡ്വഞ്ചർ ഐറ്റം ഇവിടെ ഉണ്ട്. പിന്നെ അങ്ങ് താഴെയായിട്ട് നമ്മൾ കാണുന്ന ഒരു സ്വിമ്മിംഗ് പൂളാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു
സ്ഥലമാണ് ഈ കാരാപ്പുഴ ഡാം. ഈ ജയൻ്റ് സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈറ്റുണ്ട്. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്കിപ്പം കാണാൻ പറ്റും, അതിൽ മോട്ടോർ ഉപയോഗിച്ചിട്ട് നമ്മളെ ഹുക്ക് ചെയ്ത് അങ്ങ് മുകളിലേക്ക് പൊക്കിക്കഴിഞ്ഞാൽ താഴെ നിന്ന് ഒരു കേബിളിൽ പുള്ളി ചെയ്ത് കഴിയുമ്പോഴത്തേനും സിംഗ് റിലീസാവും. അപ്പം അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിന്നാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. ഇതിപ്പം ഇപ്പം തന്നെ നമുക്ക് കാണാം, അത് സിംഗ് റിലീസായിട്ടുണ്ട്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ രാവിലെ വന്നതായതുകൊണ്ടാണ് ഇവിടെ ആള് തീരെ കുറവാണ്. ഇപ്പം അത് ഫ്ലൈയിങ് ഡിസ്കോ അത് ഓപ്പൺ ആയിട്ടുണ്ട്, അതിൻ്റെ ട്രയലാണ് നടത്തുന്നത്. നമുക്കിനിയിപ്പോൾ താഴേക്ക് വാച്ച് ടവറിൽ നിന്ന് താഴേക്ക് പോകാം. താഴെ പോയിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. നമുക്ക് പാർക്കിൻ്റെ അങ്ങ് താഴേക്കൊന്ന് പോയി നോക്കാം. ജയൻ്റ് ഡിസ്കോയുടെ ട്രയൽ അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ആളൊന്നും കയറിയിട്ടില്ല. അപ്പം ആളെ കയറ്റാൻ തുടങ്ങുന്നതിന് മുമ്പുള്ളൊരു ഫൈനൽ ചെക്കിംഗ് ആണ് അവർ നടത്തുന്നത് അവിടെ. പിന്നെ ഇവിടെ ഉള്ളൊരു വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്രാംപോലിൻ ഉണ്ട്. അത് ഭയങ്കര സേഫായിട്ടാണ് അത് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എവിടെയെങ്കിലും മുട്ടുന്ന സ്ഥലത്തൊക്കെ അവർ നല്ല സ്പോഞ്ച് വെച്ചിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം തൊട്ട് മുമ്പ് നമ്മൾ കണ്ട വിർച്വൽ റിയാലിറ്റി സോണാണ്. നമുക്ക് VR ക്യാമറകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അവിടെയുണ്ട്. പിന്നെ നമ്മളിപ്പം പാർക്കിൻ്റെ താഴത്തെ ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഫുള്ള് ഗാർഡനാണ്. വളരെ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വാക്വേ എസ്പെഷ്യലി നല്ല ക്ലീനായിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം നമുക്കിപ്പോൾ ആ സിപ്പ് ലൈൻ പോകുന്നത്. നല്ല ഉയരത്തിലാണ് സിപ്പ് ലൈൻ ഉള്ളത്. പിന്നെ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസും ഉണ്ട്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും സിപ്പ് ലൈനിൽ കയറുന്നത്. ഇവിടെ ഇവിടുത്തെ ഒരു ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ഏരിയ ഉണ്ട്. നല്ല ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വെൽ മെയിൻറ്റൈൻഡ്, എല്ലാ സ്ഥലത്തും നല്ല
നല്ല രീതിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ജയൻ്റ് സ്വിങ്ങിൻ്റെ നേരെ താഴെയുള്ള അപ്പോൾ അതിൻ്റെ ഒരു ഹൈറ്റ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നല്ല ഹൈറ്റിലാണ് ഇതുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു മിൽമയുടെ ഐസ്ക്രീം പാർലറുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നടന്ന് മടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് വേണമെങ്കിൽ ഒരു ഐസ്ക്രീം കഴിച്ച് കുറച്ച് നേരം ഇരിക്കണമെങ്കിൽ നമുക്ക് ഇരിക്കാം. ആ കാണുന്നതാണ് വാച്ച് ടവർ. അത്യാവശ്യം ഒരു ദിവസം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസിൽ വന്നിട്ട് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസുമായിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എന്തായാലും നിങ്ങൾക്ക് വയനാട് പോകുമ്പോൾ സമയമുണ്ടെങ്കിൽ കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ് ഈ കാരാപ്പുഴ ഡാം. അപ്പോൾ ഇന്നത്തെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. നിങ്ങളിതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി